ഹലോ, എൻ്റെ പേര് രാജേഷ്. ഞാനിവിടെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രേതാനുഭവമാണ്. ഇനി പോകാം കഥയിലേക്ക്. ഞാൻ ഒരു ജീപ്പ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് യാത്ര നടത്തി. അത്താഴം വണ്ടിയിൽ കരുതിയതിനാൽ വണ്ടി ഒരിടത്ത് നിർത്തി അത്താഴത്തിന് ശേഷം ഞങ്ങൾ യാത്ര ആരംഭിച്ചു. എന്നിട്ട് രാത്രി 12:15 സിനിമ കഴിഞ്ഞ് വരുന്നതിന് ശേഷം ഒരു വെളുത്ത രൂപം ഞങ്ങളുടെ ജീപ്പിൻ്റെ മുന്നിലൂടെ പോകുന്നു. ഒരു മിന്നായം പോലെയാണ് കണ്ടത്. പിന്നീട് ഞാൻ ഒരു റെയിൽ പാളത്തിൽ വെച്ചും കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞു: എടാ, വണ്ടിയിൽ നിന്നും ഒരിക്കലും ഇറങ്ങുകയോ ഒരിക്കലും ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത്. റെയിൽ പാളത്തിൽ ഒരു വെളുത്ത രൂപം ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരനും കണ്ടു. അങ്ങനെ അവിടെ ഒരു പാസഞ്ചർ ട്രെയിൻ വരുന്നത് കണ്ടു. അതിൽ ആ പെൺകുട്ടി തല വെച്ചു. ഞാൻ ട്രെയിൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ ചെന്ന് നോക്കിയെങ്കിലും അവരെ ആരെയും കണ്ടില്ല. പിന്നീട് തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം 12:30 കഴിഞ്ഞ് 5 മിനിറ്റായിരിക്കുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞത് ഒരു ഭയങ്കര സംഭവമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി തീവണ്ടിക്ക് തലവെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 25 വയസ്സായിരുന്നു. കാരണം അവളെ ലൈംഗികമായി കുറച്ച് പേർ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അതിൻ്റെ അപമാനം സഹിക്കാൻ പറ്റാതെ അവൾ സ്വയം ജീവനൊടുക്കിയതാണ്. ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെയെല്ലാം ചുറ്റിപ്പറ്റി കഴിയുന്നുണ്ട്.